ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഒന്നല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് എസ്പെഷ്യലി ഫോർ ഒരു 40+ അല്ലെങ്കിൽ 50 ഇയേഴ്സിനോട് അടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഞാൻ ആ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് എനിക്കുണ്ടായിരുന്നു, അതിലൂടെ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അത് വേറെ ആൾക്കാർ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ബെനിഫിറ്റ്സ്, യൂസ്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു 40+ അല്ലെങ്കിൽ 45 ഇയേഴ്സൊക്കെ ഏജൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേഡീസ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെനോപോസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹോട്ട് ഫ്ലഷസ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചൂട്, വേർത്തൊലിക്കുക, ആകെ ശരീരമാകെ ഇങ്ങനെ പുകച്ചിൽ ചുട്ട് നീറുന്ന പോലത്തെ ഒരു അവസ്ഥ. അപ്പോൾ എനിക്കങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡോക്ടറെല്ലാം കാണിച്ച് ചെറിയ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും പല ചേഞ്ചസും നമ്മുടെ ബോഡിയിലുണ്ടാവും. നമ്മുടെ സ്കിന്നിന് ചില മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് നമ്മൾ ഇങ്ങനെ വേർത്തൊലിക്കുമ്പോൾ നമ്മൾ നല്ല വെയിലത്തൊക്കെ പോയി വീട്ടിലേക്ക് കയറി വന്ന് ആകെ ഒരു മുഖമെല്ലാം ആകെ ഒരു കരുവാളിപ്പ് പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും നിങ്ങൾക്ക് ഫേസിലൊക്കെ. പിന്നെ ചുട്ട് നീറുന്ന പോലത്തെ ഒരു അവസ്ഥ, ആകെ ഒരു എരിച്ചിൽ, മുഖമെല്ലാം ആകെ എരിഞ്ഞ് പുകച്ചിൽ പോലത്തെ ഒരു അവസ്ഥ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ചെറുതായിട്ട് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടും കുറച്ച് ഫ്രണ്ട്സുമായിട്ടുള്ള ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ ഒരു നല്ലൊരു കുറച്ച് ടിപ്സുകൾ പറഞ്ഞു. അതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ യൂസ് ചെയ്തപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം, നല്ലൊരു റിസൾട്ട് കിട്ടി. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തൈറോയ്ഡൊക്കെ ഉള്ള കൂട്ടർക്ക് നമുക്ക് ചില സമയത്ത് കാണാറാണ്. ചിലരെ കണ്ടിട്ടില്ലേ നിങ്ങൾ, ഇങ്ങനെ മുഖയിലാകെ കരുവാളിച്ച് കറുപ്പടിച്ച പോലെ ഉണ്ടാവും, ഒരു ടാൻ വന്ന പോലത്തെ ഒരു ഇതുണ്ടാവും, ഫീൽ ചെയ്യും മുഖമൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതുപോലെ ഈ മെനോപോസിൻ്റെ ടൈമിൽ തന്നെ ഹോട്ട് ഫ്ലഷസ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടാവും നമുക്ക്. എന്ന് വെച്ചാൽ നമ്മളെ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും, ഈസ്ട്രജൻ ഇംബാലൻസ്, ഹോർമോൺ, വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. സത്യം പറഞ്ഞാൽ നമുക്കും ഇതിനെ പറ്റിയിട്ടൊന്നും പണ്ടൊന്നും അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ സത്യം പറയല്ല, ഞാനിപ്പോൾ ഒരു 2-3 ഇയേഴ്സ് ആയിട്ടാണ് ഇങ്ങനെയൊരു സംഭവം നമ്മളെ ലേഡീസിൻ്റെ ഇങ്ങനെയൊരു പ്രോസസ്സ്, നാച്ചുറൽ പ്രോസസ്സ് ലേഡീസിൻ്റെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് റീസെൻ്റാണ്. അതുപോലെ എത്രയോ ആൾക്കാരുണ്ടാവും നാട്ടിൽ ചൂടൊക്കെയുള്ള സമയത്ത് എന്തൊരു ചൂടാ, ഭയങ്കരമായിട്ട് ചൂട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സംഭവം നമ്മുടെ ശരീരത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പലർക്കും ഇപ്പോഴും ചിലപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടാവും. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇതിനെ പറ്റിയിട്ടുള്ള അറിഞ്ഞത്, ഇങ്ങനെ ശരീരത്തിൽ പല മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടിയിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മളെ സ്കിന്നിനെ നമ്മളെങ്ങനെ ടേക്ക് കെയർ ചെയ്യും, ഇതിൽ നിന്ന് കുറച്ചൊന്ന് നമ്മൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുക, ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസിനെ, എസ്പെഷ്യലി നമ്മളെ സ്കിന്നിലുണ്ടാകുന്ന മാറ്റങ്ങളിൽ നിന്ന് എങ്ങനെ നമ്മളെ സ്കിന്നിനെ ആ പ്രോബ്ലംസിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഞാൻ ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇതിലൂടെ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്തെന്നാ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 വീക്കായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം, അതായത് മുഖത്തുള്ള ഒരു ചെറിയ, എനിക്ക് ഇങ്ങനെ ആവി പോകുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും സ്കിന്ന്. മുഖമൊക്കെ ഇങ്ങനെ വേർത്ത് കുടിച്ച് നമ്മുടെ ശരീരത്തിന് ഇഷ്ടംപോലെ വേർപ്പും നഷ്ടപ്പെടും, വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജായത്. അപ്പോൾ അതിൽ നിന്നൊക്കെ അതൊക്കെ നമ്മളെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, ഒരു ടിപ്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം യൂസ് ചെയ്യേണ്ടത് എന്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സ്വന്തം പാൽപ്പാട, മിൽക്ക് ക്രീം പാൽപ്പാട നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. പാല് കാച്ചി അത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ മേലെയുള്ള പാൽപ്പാട അങ്ങ് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കുറച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പാൽപ്പാട. ഇത് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ആകെ 3 ഐറ്റംസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഭയങ്കര എഫക്റ്റീവാണ്. നമ്മൾ കണ്ടമാനം ഈ മീഡിയയിൽ യൂട്യൂബിലെല്ലാം കാണുന്ന പലതരം ഫേസ് പാക്കൊന്നും എവറിഡേ ഇന്നൊരു ഫേസ് പാക്ക് നാളെ ഒരു ഫേസ്, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. അത് ഗുണത്തെക്കാളേറെ നിങ്ങൾക്ക് ദോഷം ചെയ്യും. അപ്പോൾ നമ്മളെ നാച്ചുറലായിട്ടുള്ള വീട്ടിൽ തന്നെയുള്ള പാൽപ്പാട് ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേസ് ക്രീം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകാൻ പോകുന്നില്ല.
ഇതിനെക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്കിന്നിൽ 1 വീക്ക് കൊണ്ട് മിറാക്കിൾ സംഭവിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് അനുഭവപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയാമെന്ന്. ഇത് 100% എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ആകട്ടെ. കാരണം കുറച്ച് ദിവസം ഇപ്പോൾ നമുക്ക് ഈ മെനോപോസിൻ്റെ ഹോട്ട് ഫ്ലഷസ് സ്റ്റാർട്ടായി ഒരു 1 മന്ത് 2 മന്ത്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് സ്കിന്നൊക്കെ ഡ്രൈ, നമ്മളെ സാഗിങ്, നമ്മളെ സ്കിന്നൊക്കെ ഇങ്ങനെ അതായത് ടൈറ്റനിങ് ഒക്കെ പോയി സ്കിന്ന് ലൂസാവും. മുഖത്തിൻ്റെ കോംപ്ലക്ഷനിൽ, ഫേസിൻ്റെ കളറ്, നമ്മളെ കോംപ്ലക്ഷനിൽ ചേഞ്ചസ് ഉണ്ടാവും. സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഉണ്ടാവും. എന്നുവെച്ചാൽ നമ്മൾ ഇത് ജലാംശം നഷ്ടപ്പെടുന്നതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫേസ് ക്രീം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് 40+ ആയവർക്ക് മാത്രമല്ല, ചെറിയ ഏജിലുള്ള കൂട്ടർക്കും എല്ലാം അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് ദിസ് ഈസ് എസ്പെഷ്യലി ഫോർ ഒരു 40+ ഏജ് 50 കടക്കുന്നവർക്കാണ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു വീക്കിലി ഒരു 3 ഡേയ്സ് ഇത് യൂസ് ചെയ്യാൻ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരാണ്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഇപ്പം നിങ്ങളിത് ഇന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹാഫോ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ, ഇത് 1/4 ടേബിൾ സ്പൂൺ പാൽപ്പാടി എടുക്കുക. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ, പാൽപ്പാടയിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്. ഇത് ഭയങ്കര നല്ലതാണ് സ്കിന്നിന്. വൈറ്റമിൻ എ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, മിനറൽസ് ഉണ്ട്. നമ്മളെ ഡെഡ് സെൽസിനെല്ലാം നീക്കം ചെയ്ത് പുതിയ കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ലാക്റ്റിക് ആസിഡ്. അത് ഈ പാൽപ്പാടയിൽ നല്ലോണം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏജിലുള്ള കൂട്ടർക്കും ഇത് യൂസ് ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് പാൽപ്പാടേൻ്റെ കൂടെ നമ്മളെ സ്വന്തം ബീട്രൂട്ട് എക്സ്ട്രാക്റ്റ്. ഞാൻ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത നീരായത്. ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ചൊരു 1/2 ടേബിൾ സ്പൂൺ ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ റോസ് വാട്ടർ. ഞാനിതിപ്പം ഡാബറിൻ്റെ റോസ് വാട്ടറാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം. ഇതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ റോസ് വാട്ടർ നല്ലൊരു സ്കിൻ ടോണറായത്. ഇത് നമ്മുടെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുമല്ലോ നമ്മുടെ സ്കിന്നിന്, ഈ ഒരു മെനോപോസിൻ്റെ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നൊരു സാധനമാണ് റോസ് വാട്ടർ. ഓൾമോസ്റ്റ് എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെല്ലാം റോസ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മിൽക്ക് പാൽപ്പാടിൻ്റെ ഗുണങ്ങൾ, മുഖകാന്തി വർദ്ധിപ്പിക്കാൻ പാൽപ്പാടിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പണ്ട് മുതലേ നമ്മൾ ചുമ്മാ ചെറുതിലെല്ലാം പാലിങ്ങനെ കാഴ്ച തനിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ പാൽപ്പാട് കിട്ടിക്കാൻ ജസ്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്യാം. നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടും നമുക്ക് സ്കിന്നിന്. എല്ലാം കൊണ്ടും നല്ലതാണ്. നല്ലൊരു മോയ്സ്ചറൈസറാണ് പാൽപ്പാട. പിന്നെ ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു തിങ്ങാണ് ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ്. വളരെ നല്ലതാണ് സ്കിന്നിന്. അപ്പോൾ നിങ്ങൾ ഈ റോസ് വാട്ടറും ഇത് പാൽപ്പാടയും ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ വീക്കിലി 3 ഡേയ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം പോകുമ്പോൾ പിന്നെ നിങ്ങൾ ഫസ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീം തേക്കും, പിന്നെ അപ്ലൈ ചെയ്യും. പിന്നെ ഏതെങ്കിലും സൺസ്ക്രീൻ ലോഷനും അപ്ലൈ ചെയ്യുന്നുണ്ടാവും ചിലർ പുറത്ത് വെയിലത്തൊക്കെ പോകുമ്പോൾ. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം, പ്രൈമർ, CC ക്രീം, ഇത് ഫൗണ്ടേഷൻ, ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഓൾ ദീസ് തിങ്സ് എന്ന് വെച്ചാൽ ഡെയിലി നിങ്ങൾ ഇതൊക്കെ ചെയ്ത്, എസ്പെഷ്യലി നമ്മളെ ഈ ഒരു ഏജിൽ നമ്മളെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആവും. ഭയങ്കര ഇങ്ങനെ ചുളിവുകൾ, റിങ്കിൾസ് വരാം, സാഗിങ് എഫക്റ്റ് ഉണ്ടാകാം. അപ്പോൾ നമ്മൾ അത്ര ഡെലിക്കേറ്റ് സെൻസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കെമിക്കൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഐറ്റംസ് കൊണ്ട് നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഓൾ സ്കിൻ ടൈപ്പ്, ഇപ്പം ഡ്രൈ സ്കിന്നുള്ള കൂട്ടർക്കും ഓയിലി സ്കിന്നുള്ള കൂട്ടർക്കും പാൽപ്പാടം നല്ല. അപ്പോൾ അതിലുള്ള ഇൻഗ്രീഡിയൻസ്, അതിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ സ്കിന്നിനെ പിന്നെ ഈ ഡ്രൈനെസ്സും ടാനും ഇതൊക്കെ വരുന്നതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം
മുഖത്ത് അപ്ലൈ ചെയ്യുക. അതേ വേണം. അപ്പം നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഈ ഫൗണ്ടേഷനും അതും ഇത് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ അതൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഇതിപ്പോൾ നമ്മൾ റോസ് വാട്ടർ ഇതിൽ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു പാൽപ്പാടിൻ്റെ ഒരു സ്മെല്ലില്ലേ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ മുഖത്ത് നിങ്ങൾക്ക് കുറേ ടൈം വേണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മാക്സിമം 20 to 25 മിനിറ്റ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കഴുകിക്കളയാം. ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഇളം ചൂടുവെള്ളത്തിൽ മുഖം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ ഒന്നും മുഖത്ത് അപ്ലൈ ചെയ്യില്ല. അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ ഞാൻ ഈ ക്രീം അപ്ലൈ ചെയ്തതിൻ്റെ ആ ഒരു ഓയിലി എഫക്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും. ഒരു ഓയിലി ആ ഒരു നല്ലൊരു മോയ്സ്ചറൈസർ ആണല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഴുകിക്കളയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നല്ലൊരു പിങ്കിഷ് കളറും ഉണ്ടാവും സ്കിന്ന്. നല്ല നമ്മൾ ബ്ലഷ് ഇട്ട പോലെ ഒരു ഫീൽ എഫക്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ പിന്നെ കോമ്പാക്റ്റിന് മുമ്പേ ബ്ലഷും മോയ്സ്ചറൈസിങ് ക്രീമും ഫൗണ്ടേഷനും എല്ലാം യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് ചെയ്യാം. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ മുഖത്ത് കുറച്ചായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പം കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടോ ബീട്രൂട്ട് എക്സ്ട്രാക്ട് ഉള്ളതുകൊണ്ട് മുഖം ഫുള്ള് പിങ്കിഷ് ആകുമല്ലോ, ഇതിട്ടിട്ട് എങ്ങനെ പുറത്തു പോകും നോക്കി. അങ്ങനെയൊന്നും ആകില്ല. ചെറിയ ലൈറ്റ് ഒരു പിങ്കിഷ് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. കാണാൻ നല്ല ഗ്ലോ ഉണ്ടാവും സ്കിന്ന് കാണാൻ. നിങ്ങൾ CC ക്രീമൊക്കെ ചെയ്ത് ഇട്ട് കഴിഞ്ഞാലുള്ളൊരു ഇതുണ്ടല്ലോ ഗ്ലോനെസ് നിങ്ങൾക്ക് ഈ ഒരു മിശ്രിതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൽ റോസ് വാട്ടർ ചെയ്തതുകൊണ്ട് അപ്ലൈ ഇത് കുറച്ച് ഒരു 3-4 തുള്ളി ചേർത്തതുകൊണ്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും. ഡീഹൈഡ്രേഷൻ ഉണ്ടാവില്ല. ഹൈഡ്രേറ്റ് ചെയ്യുന്ന സാധനമാണ് റോസ് വാട്ടർ. പിന്നെ ആ പാലിൻ്റെ മിൽക്ക് ക്രീമിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഞാൻ അതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പക്ഷേ ഈ ഹോട്ട് ഫ്ലഷസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം ഞാൻ ചിന്തിക്കുന്ന ഇപ്പോഴും പലർക്കും അറിയില്ല. ഇങ്ങനെ ഒരു സംഭവം നമ്മളെ ഫേസിലും നമ്മളെ സ്കിന്നിനും ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ്, ഈ മിൽക്ക് ക്രീമിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയതുകൊണ്ട് ഇത് നമ്മുടെ ഇതിലെ പോർസൊക്കെ ചെറിയ സുഷിരങ്ങളെയൊക്കെ ചെറുതാക്കാൻ സഹായിക്കും. പിന്നെ ഡെഡ് സെൽസ് ഇതെല്ലാം മാറ്റി നല്ല പുതിയ മൃതകോശങ്ങളെ മാറ്റി പുതിയ ചർമ്മം വരാനും സഹായിക്കുന്ന ഒരു വസ്തുവാണ് ലാക്റ്റിക് ആസിഡ്. അപ്പം നിങ്ങൾക്കിത് 25 മിനിറ്റ്സിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. അല്ല നിങ്ങൾക്കിത് മേക്കപ്പായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.